ഹായ് ഗൈസ്, എല്ലാവർക്കും എം എ ഫുഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിങ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ചൈന ഗ്രാസ് എടുക്കുമ്പോൾ 8 ഗ്രാം എടുക്കുക. 8 ഗ്രാം എടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. ഒരു അരമണിക്കൂർ അതുപോലെ അടച്ചു വെക്കുക. കാരണം ഇത് പെട്ടെന്ന് ഡയറക്റ്റ് തന്നെ സ്റ്റൗവിലേക്ക് വെക്കുകയാണെങ്കിൽ മെൽട്ടായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റായി കിട്ടും. സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെക്കുകയാണ്. ഇത് ഇനി അവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കുക. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ തിളക്കുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ലംസ് ഒന്നും ഇല്ലാതെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ ചൂടാറിയതിന് ശേഷം അടുത്ത പ്രോസസ്സിങ് തുടങ്ങിയാൽ മതി. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് റൂ ഹഫ്സാണ് ചേർക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂണോളം റൂ ഹഫ്സ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് നല്ല ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുണ്ടാവും. അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും. എടുത്തിട്ടുള്ളത് 8 ഗ്രാമോളം ചൈന ഗ്രാസ് ഉണ്ട്. അത് മുഴുവനായിട്ട് ചേർക്കുക. മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർക്കണം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കുക. അപ്പോൾ തിളപ്പിച്ച പാലാണെങ്കിൽ പാല് നന്നായിട്ട് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ പാല് ഞാനിപ്പോൾ 500 ml എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂ ഹഫ്സ് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം. വേണമെന്നൊരു നിർബന്ധമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ 4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ വല്ല നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.